Gospel according to St. John, chapter 20, verse 27b. Have faith. ഇത് പുതു ഞായറാഴ്ചയാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം സഭയായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചേർന്ന് വന്നിരിക്കുന്നതായിട്ടുള്ള അവസരമാണ്. പിന്നെ നമ്മളുടെ ധ്യാനത്തിനായിട്ട് ഏവൻഗേലിയനായിട്ട് വായിച്ചു കേട്ട ഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 19 മുതലുള്ളതായിട്ടുള്ള വാക്യങ്ങളാണ്. തോമസ് അപ്പോസ്തലന് ഉയർത്തെഴുന്നേറ്റതായുള്ള കർത്താവായ യേശുക്രിസ്തു പ്രത്യക്ഷനായതായിട്ടുള്ള സംഗതി. ഉയർത്തെഴുന്നേൽപ്പ ദിവസം തന്നെ കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. എന്നാൽ അന്ന് തോമസ് അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് 8 ദിവസം കഴിഞ്ഞിട്ട് യേശു വീണ്ടും പ്രത്യക്ഷനാകുകയാണ്. അന്ന് തോമസ് അവിടെ ഉണ്ടായിരുന്നു. നീ അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് തോമസ് അപ്പോസ്തലൻ പറഞ്ഞതായിട്ടുള്ള ഭാഗമാണിത്. വിശ്വാസ ജീവിതം നയിക്കുവാൻ്റെ കോണം വിളിക്കപ്പെട്ടവരാണ് നാം എന്ന് ഓർക്കുമ്പോൾ ഈ വേദഭാഗം ധ്യാനിക്കുന്നത് നമുക്കും സഹായകരമാണ്. കർത്താവിൻ്റെ ആദ്യത്തെ പ്രത്യക്ഷതയിൽ സഹശിഷ്യന്മാർക്ക് യേശുവിനെ കാണുവാനായിട്ടിടയായിട്ട് തീർന്നപ്പോൾ അവർ തോമസിനോട് പറയുന്നുണ്ട്, ഞങ്ങൾ അവനെ കണ്ടു. അപ്പോൾ സ്വാഭാവികമായിട്ട് തോമസ് അപ്പോസ്തലൻ പറയുകയാണ്, എനിക്കും കാണണം. അതിലെന്താ ഇത്ര പ്രത്യേകത? എനിക്കും യേശുവിനെ കാണണം എന്നാണ് തോമസ് അപ്പോസ്തലൻ പറയുന്നത്. ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവരെ ഭരിച്ചിരുന്നതായുള്ള 2 കാര്യങ്ങളാണ് ഫിയർ ആൻഡ് ഡൗട്ട്. ഉയർത്തെഴുന്നേറ്റ കർത്താവെ പ്രിയ ശിഷ്യന്മാർക്ക് ആദ്യം പ്രത്യക്ഷനാകുന്ന അവസരത്തിൽ അവർ യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ച് അകത്തിരുന്നപ്പോൾ യേശു അവരുടെ മധ്യത്തിൽ പ്രത്യക്ഷനായിട്ട് കൈകളുയർത്തി നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുകയാണ്. യേശുവിനോട് കൂടെ ഉണ്ടായിരുന്ന എല്ലാ ആളുകൾക്കും യഹൂദന്മാരെ ഭയമായിരുന്നു. യേശുവിനെ ക്രൂശിച്ചതായുള്ള ഈ ആളുകൾ തന്നെ ഞങ്ങളെയും ക്രൂശിക്കും, ഞങ്ങളെയും കൊല്ലും, ഞങ്ങളെയും ഉപദ്രവിക്കും. ആ കാലഘട്ടത്തിൽ ഒരു ശവശരീരം മറവ് ചെയ്യുന്നത് ശരീരം മുഴുവനായിട്ട് നാട് ചുറ്റിക്കൊണ്ടാണ്. ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ കുറിച്ച് വായിക്കുന്ന അവസരത്തിൽ പറയുന്നുണ്ട്, അതെല്ലാം കൂടെ ചുരുട്ടിക്കൂട്ടി അവിടെ ഒരു സ്ഥലത്ത് വെച്ചിരുന്നു എന്നത്. എന്നാൽ സ്വാഭാവികമായി എല്ലാവർക്കും ഉണ്ടാകാവുന്ന ഒരു സംശയമാണ്, എങ്ങനെയാണ് അകത്തു നിന്ന് ഈ നാടെല്ലാം പൊട്ടിച്ച് പുറത്തു വരുവാനായിട്ട് സാധിക്കുന്നത്? ഒരു പുതിയ കല്ലറയുടെ വാതിക്കൽ ഒരു വലിയ കല്ല് ഉരുട്ടി വെച്ചിരുന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. കല്ലറയുടെ അടുത്തേക്ക് പോകുന്നതായുള്ള സ്ത്രീകൾക്കുണ്ടായിരുന്ന സംശയം, ആരാണ് ഈ കല്ല് ഉരുട്ടി മാറ്റുവാനായിട്ട് പോകുന്നത്? ഭാരമേറിയതായിട്ടൊരു കല്ലാണ്, ഒരാൾക്ക് തന്നെയായിട്ട് മാറ്റുവാൻ സാധിക്കുകയില്ല. അവർ ചെല്ലുമ്പോൾ അത് മാറിയിരിക്കുന്നത് കാണുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്രകാരമുള്ള ഒരു അവസ്ഥയിൽ നിന്ന് എങ്ങനെയാണ് യേശുവിന് ഉയർത്തെഴുന്നേറ്റ് പുറത്തു വരുവാനായിട്ട് കഴിയുന്നത് എന്നത് ചിന്തിക്കാൻ തന്നെ പ്രയാസമാണ്. കല്ലറയുടെ അടുക്കൽ പടയാളികളുണ്ട്, അത് മുദ്ര വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് പുറത്തു വരുവാനായിട്ട് കഴിയുന്നത്? നമ്മളുടെ ജീവിതത്തിൽ ഭയവും സംശയമൊക്കെ ഉണ്ടാകുന്ന അവസരത്തിൽ എങ്ങനെയാണ് അതിനെ അതിജീവിക്കുവാനായിട്ട് കഴിയുന്നത്? നേരിടുക എന്നതാണ്. ജീവിതത്തിൻ്റെ എല്ലാ നമ്മെ ഭയപ്പെടുത്തുന്നതായുള്ള കാര്യങ്ങളെയും
നേരിടുന്നതിനായിട്ട്, എൻകൗണ്ടർ ചെയ്യുന്നതിനായിട്ട് നമുക്ക് സാധ്യമായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ഭയവും സംശയമൊക്കെ നമ്മെ അടിമകളാക്കി മാറ്റും. നമ്മുടെ അനുദിന ജീവിതത്തിൽ എന്തിനാണ് നാം അടിമകളായി മാറ്റപ്പെട്ടിരിക്കുന്നത് എന്ന് ചിന്തിക്കുന്നത് ഉചിതമാണ്. പോളിയോ ബാധിച്ച കുട്ടികളുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്തതായിട്ടുള്ള ഒരു നേഴ്സ്, അവൾ ക്ഷിപ്രകോപിയായിരുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ പൊട്ടിത്തെറിക്കുമായിരുന്നു. ഒരു സ്നേഹിതരെ അവളോട് പറഞ്ഞു, നീ കുറച്ച് ദിവസം അവധി എടുക്കുക. അങ്ങനെ അവൾ അവധി എടുത്തിട്ട് തിരികെ ആ സ്ഥാപനത്തേക്ക് പോകുവാനായിട്ട് ഒരുങ്ങിയപ്പോൾ അവളുടെ മാതാവ് അവളോട് പറഞ്ഞു, നീ ഇങ്ങനെ പൊട്ടിത്തെറിക്കരുത്. നീ ഇങ്ങനെ പൊട്ടിത്തെറിച്ചാൽ നിനക്ക് ഇഫക്റ്റീവായിട്ട് ഒന്നും ചെയ്യുന്നതിനായിട്ട് സാധിക്കത്തില്ല. മാത്രമല്ല, ആരെ പേടിച്ചാണോ നീ പൊട്ടിത്തെറിക്കുന്നത് അവർ നിന്നെ കീഴ്പ്പെടുത്തുകയും ചെയ്യും. ഈ പോളിയോ ബാധിച്ചതായിട്ട് കുട്ടികൾക്കൊക്കെ വളരെ പ്രിയങ്കരയായിട്ട് ജോലി ചെയ്തതായിട്ടുള്ള ഒരാളാണ്. തൻ്റെ ജീവിതത്തെ അടിമപ്പെടുത്തുന്നതായിട്ടുള്ള കാര്യങ്ങളെ മനസ്സിലാക്കിയപ്പോൾ അവൾ അതിൽ നിന്ന് മാറുന്നതിനായിട്ടും പുതുക്കപ്പെടുന്നതിനായിട്ടും അവൾ ശ്രമിച്ചു എന്നത്ര വായിക്കുന്നതിനായിട്ട് ഇടയായിട്ട് തീർന്നത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മളും എല്ലാം വികാര ജീവികളാണ്. എന്ന് പറഞ്ഞാൽ പല വികാരങ്ങൾ നമുക്കുണ്ട്. എന്നാൽ വികാരങ്ങൾക്ക് അടിമകളായിട്ട് തീർന്നാൽ നമ്മളുടെ ജീവിതത്തിൻ്റെ എഫിഷ്യൻസി കുറയും. ഒരു ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള സർവീസ് ചെയ്യുന്നതിനായിട്ട് ഇടയാകാതെ പോകും. മാത്രമല്ല, മറ്റുള്ളവർക്ക് നമ്മെ കീഴടക്കുവാനായിട്ടുള്ള പഴുത് എന്താണ് എന്നത് കാണിച്ചു കൊടുക്കുകയും ചെയ്യും. നമ്മെ എൻസ്ലേവ് ചെയ്യുന്നതായുള്ള കാര്യങ്ങളിൽ നിന്നുള്ള വിടുതലാണ് നമുക്ക് ആവശ്യം. ആ വിടുതലിനായിട്ട് ആഗ്രഹിക്കണം, അതിനായിട്ട് പ്രവർത്തിക്കണം, അതിനെ അതിജീവിക്കുന്നതിനായിട്ട് ഇടയായിട്ട് എത്തിക്കുകയും വേണം. ഒരു വികാരവും നമ്മെ ആരെയും കെട്ടിവലിച്ച് വന്യതയിലേക്ക്, ഫലശൂന്യമായുള്ള പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുപോകുവാനായിട്ട് ഇടയാവരുത്. ഫേസ് ഇറ്റ്, എൻകൗണ്ടർ ഇറ്റ്, ഓവർകം ഇറ്റ്. അതിനുള്ള കഴിവ് ദൈവം തമ്പുരാൻ നമുക്ക് നൽകിയിട്ടുണ്ട്. ഇവിടെ ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി എന്നത് നാം വായിക്കുന്നുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം നാം വായിക്കുന്ന അവസരത്തിൽ കല്ലറക്കൽ ചെന്നതായിട്ടുള്ള വനിതകളോട്, മറിയമാരോട് യേശു പറയുന്നത്, എൻ്റെ സഹോദരന്മാരുടെ അടുത്ത് നിങ്ങൾ ചെന്ന് പറയണം, ഞാൻ അവർക്ക് മുമ്പായി ഗലീലയിലേക്ക് പോകുന്നു, അവർക്ക് എന്നെ അവിടെ കാണാം. ആരൊക്കെയാണ് ഈ ശിഷ്യന്മാർ? തന്നെ തള്ളിപ്പറഞ്ഞതായിട്ടുള്ള പത്രോസ്, ഓടിപ്പോയതായിട്ടുള്ള ശിഷ്യന്മാർ, യോഹന്നാൻസ് ഒഴിച്ച് ബാക്കി എല്ലാവരും ക്രൂസിൻ്റെ ചുവട്ടിൽ വരുവാൻ കഴിയാതെ ഉഴറി പോയതായിട്ടുള്ള ആളുകളാണ്. വായിക്കുന്ന പോലെ യഹൂദന്മാരെ പേടിച്ച് നടന്ന ആളുകളാണ്. എന്നാൽ അപ്രകാരമുള്ള ആളുകളെ യേശു വിളിക്കുന്നത് എൻ്റെ സഹോദരർ എന്നാണ്, മൈ ബ്രദേഴ്സ്. നമ്മുടെ എല്ലാ വീഴ്ചയിലും താഴ്ചയിലും നമ്മുടെ ജീവിതത്തിൻ്റെ പരാജയത്തിൻ്റെതായുള്ള രംഗങ്ങളിലുമെല്ലാം നമ്മെ നോക്കി എൻ്റെ സഹോദരങ്ങൾ എന്ന് പറയുന്നതായിട്ടുള്ള യേശുവിനെ കാണാനായിട്ട് നമുക്കിടയാണ്. നമ്മെ ഉപേക്ഷിക്കുന്നതായിട്ടുള്ള ദൈവമല്ല, നമ്മെ തള്ളിപ്പറയുന്നതായിട്ടുള്ള ദൈവമല്ല, നമ്മെ വേണ്ട എന്ന് വയ്ക്കുന്നതായിട്ടുള്ള ദൈവമല്ല. എനിക്ക് അവരെ കൊണ്ട് ആവശ്യമുണ്ട്. ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഒരു വലിയ സന്ദേശം ഈ ലോകത്തിന് നൽകിക്കൊടുക്കുവാനായിട്ട് കഴിയുന്നത് അതുതന്നെയാണ്. എത്ര പാപിയാണെങ്കിലും, നിന്റെ പാപം എത്ര കഠിനമാണെങ്കിലും, രക്തം പോലെ ചുവപ്പായിരുന്നാലും
അതിനെ ഹിമം പോലെ വെളുപ്പിക്കുവാൻ കഴിയുന്നതായുള്ള ഒരു ദൈവം കർത്താവായ യേശു ക്രിസ്തുവിൽ വെളിപ്പെട്ടിരിക്കുന്നു എന്നതാണ്. ഈ ശൗല ക്രിസ്ത്യാനികളെല്ലാം പീഡിപ്പിച്ച് ഓടി നടന്നതായിട്ടുള്ള അവസരത്തിൽ ദൈവം അനന്യാസിനോട് പറയുന്നുണ്ട്, നീ അവിടെ ചെന്ന് അവന് വേണ്ടി പ്രാർത്ഥിക്കണം. അവനിങ്ങനെ നോക്കിയിരിക്കുക. അപ്പോൾ അനന്യാസ് ചോദിക്കുന്നുണ്ട്, ആരെ? ശൗലിനെയോ? ഞങ്ങൾക്ക് അവനെ അറിയാമല്ലോ, അവൻ അധികാരപത്രമുള്ളതായിട്ടുള്ളൊരു മനുഷ്യനാണ്. ക്രിസ്ത്യാനികളെ കണ്ടാൽ ഉടനെ പിടിച്ചു കെട്ടി ഉപദ്രവിക്കുന്നതായിട്ടുള്ള മനുഷ്യനാണ്. He was rethinking. But the Spirit of the Lord asked him, go. മനോഹരമായുള്ള കാഴ്ചയാണ് പിന്നെ കാണാനായിട്ട് സാധിക്കുന്നത്. അവൻ ശൗലിൻ്റെ അടുത്ത് നിന്ന് ശൗലിനെ കണ്ടു. ശൗലെ സഹോദര എന്നാണ് വിളിക്കുന്നത്. സോൾ മൈ ബ്രദർ. ആർക്കാണ് ഇത് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? എന്നെ കേൾക്കുന്നതായുള്ള പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മോടെ എതിർക്കുന്നതായുള്ള ആളുകളും നമ്മെ വിഷമിപ്പിക്കുന്നതായുള്ള ആളുകളും നമ്മെ ദുഃഖിപ്പിക്കുന്നതായുള്ള ആളുകളും അവരെല്ലാം ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സഹോദരന്മാരാണ്, സഹോദരിമാരാണ്. Can we call them my brothers and my sisters? That is the Spirit of the Lord. That is the Spirit of the Lord. And that is the uniqueness of Christianity. And that is the uniqueness of every Christian. To call the other my brother, my sister. ഗ്രഹാം സ്റ്റെയിൻസിനെയും തൻ്റെ 2 മക്കളെയും ചുട്ട് കൊന്നതായിട്ടുള്ള സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ ഭർത്താവും 2 ആൺമക്കളും നഷ്ടപ്പെട്ടതായിട്ടുള്ള അവസരത്തിൽ ഗ്ലാഡിസ് സ്റ്റെയിൻസ് പറയുന്നതായിട്ടുള്ള വാക്കുകൾ ലോകത്തെ കോരിത്തെരിപ്പിച്ചതായുള്ള വാക്കുകളാണ്. ഞാൻ അവരെ വിധിക്കുന്നില്ല, ഞാൻ അവരെ ഉപദ്രവിക്കുന്നില്ല. എൻ്റെ യേശു ഞങ്ങളെ പഠിപ്പിച്ചത് അങ്ങനെയല്ല. യേശു ഞങ്ങളെ പഠിപ്പിച്ചത് ക്ഷമിക്കുക എന്നതാണ്. So we are not running away from this place. We are going to stay here. Stay right in the midst of the people who killed my husband and my 2 sons. ഡെയർ ചെയ്ത് പറയുകയാണ്. എവിടുന്ന് ഈ ആത്മധൈര്യം കിട്ടുന്നത്? From the Spirit of the Lord. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലാണ് ഇത് ലഭിക്കുന്നത്. Are we possessed by the Holy Spirit? എല്ലാ ഫസ്റ്റ് കമ്മ്യൂണിക്കൻസിൻ്റെയും ഡെഡിക്കേഷൻ്റേതായുള്ള അവസരത്തിൽ അവർ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന പ്രകാരമാണ്, നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ നൽവരത്തിൽ നിങ്ങൾ വളർന്നു വന്ന ഫലം കായ്ക്കുവാൻ കർത്താവ് നിങ്ങൾക്ക് കൃപ നൽകട്ടെ. എല്ലാ മാമോദിസയോടും ചേർന്നാണ് പരിശുദ്ധാത്മാവിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന നാം പ്രാർത്ഥിക്കുന്നത്. ദൈവം അപ്രകാരം നമ്മയെല്ലാം പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവരാണ് നാം. കർത്താവ് തന്നെ തൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയും, ഞാൻ പോകേണ്ടത് ആവശ്യം, ഞാൻ പോയാൽ മറ്റൊരു കാര്യസ്ഥനെ അവൻ എന്നും നിങ്ങളോട് കൂടി ഇരിക്കേണ്ടത് ഞാൻ അവനെ അയക്കും. പാറക്ലിത്തയാകുന്ന ആത്മാവ്, ജീവനെ നൽകുന്നതായുള്ള ആത്മാവ്, നമ്മെ ജീവിപ്പിക്കുന്നതായുള്ള ആത്മാവ്, ആ ആത്മാവെ നിങ്ങൾ വസിക്കുന്നതായുള്ള അവസരത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞതും നിങ്ങൾ എന്നെക്കുറിച്ച് കണ്ടതും കേട്ടതും എല്ലാം ഓർമ്മപ്പെടുത്തും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, സംശയിക്കേണ്ട, നമ്മളെല്ലാവരും വിശുദ്ധ മാമോദിസയിൽ മുദ്രയിടപ്പെട്ടതായുള്ള നാം എല്ലാവരും പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടുള്ള ആളുകളാണ്. എന്നാൽ അത് മനസ്സിലാക്കി ആ ആത്മാവിൽ ജീവിക്കുന്നതിനായിട്ടും പ്രവർത്തിക്കുന്നതിനായിട്ടും നമുക്ക് സാധ്യമായിട്ട് തീരുന്നുണ്ടോ എന്ന് നാം ചോദിക്കേണ്ടത് ആവശ്യമാണ്. ഉയർത്തെഴുന്നേറ്റ യേശു എൻ്റെ കല്ലറക്കൽ വന്നതായിട്ടുള്ള വനിതകൾ കൂടെ ശിഷ്യന്മാരോട് പറയുന്നത്, ഞാൻ അവർക്ക് മുമ്പായി ഗലീലയിലേക്ക് പോകുന്നു, അവർ അവിടെ വന്ന് എന്നെ കാണും. Galilee is the place where the heaven and the earth
met together. ഉയർത്തെഴുന്നേറ്റതായുള്ള യേശു ക്രിസ്തു ഗലീലയിൽ പോവുകയാണ്, സാധാരണക്കാരായ ആളുകളുടെ ഇടയിൽ. നമുക്കറിയാവുന്ന പോലെ ഒരു കടൽ തീരമാണ്, മുക്കുവരായിട്ടുള്ള ആളുകൾ ധാരാളമായിട്ട് അവിടെയുണ്ട്. ഒരു രാജ്യത്തിൻ്റെ അതിർത്തിയാണ് എന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് തള്ളപ്പെട്ട അതിർത്തികൾ പാർക്കുന്നതായിട്ട് ധാരാളം ആളുകളെ ഗലീലയുടെ ചുറ്റുപാടും കാണുവാനായിട്ട് സാധിക്കുകയും ചെയ്യും. യേശുക്രിസ്തു പറയുന്നത് ഐ ആം ഗോയിങ് ദേർ എന്ന് പറഞ്ഞാൽ ഇന്ന് ഈ സഭ, നമ്മളുടെ സഭ ഒരു ഗാലിലിയൻ ചർച്ച് ആയിരിക്കണം എന്നതാണ്. ദ ചേർച്ച് ഓഫ് ദി പീപ്പിൾ എന്ന് ഞാൻ പറയുന്ന അവസരത്തിൽ എന്നെ സംശയിക്കേണ്ട. പോപ്പ് ഫ്രാൻസിസിൻ്റെ കബറടക്ക സമയത്ത് ചുറ്റുമുണ്ടായിരുന്നത് ഏറെ ആൾക്കാർ സാധാരണക്കാരായ ആളുകളായിരുന്നു എന്ന് ഞാൻ കേൾക്കുന്നു. മോർ ദാൻ ദ കാർഡിനൽസ്, more than the clergy, the ordinary people. Because he lived for the ordinary people. He lived for the ordinary. He loved them. He cared for them. താൻ രോഗക്കിടക്കയിൽ ജീവനും മരണവുമായി മല്ലിട്ട് കിടക്കുന്നതായുള്ള അവസരത്തിലും തനിക്ക് ലോകത്തോട് പറയുവാനായിട്ടുള്ളത് ബ്രിങ് പീസ് ടു ഗാസ. അദ്ദേഹത്തെ തെറ്റിദ്ധരിച്ചു, അത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ പൊതുവെ ഉണ്ടായിരുന്ന വിലയൊക്കെ അല്പം ഇടിയൊക്കെ ചെയ്തു. he never minded that. He said bring peace to Gaza. ഒരു യുദ്ധം നടക്കുന്നതായുള്ള അവസരത്തിൽ ഏറ്റവും കൂടുതൽ കൊല്ലപ്പെടുന്നത് സ്ത്രീകളും കുഞ്ഞുങ്ങളുമാണ്. I don't want any more to die എന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം. I don't want any more to die. I want them to live. ഓരോ വ്യക്തിയും ഈ ലോകത്തിൽ മരിക്കുന്നതായിട്ടുള്ള അവസ്ഥയിൽ അതെല്ലാം നമ്മോടുള്ളൊരു വിരൽ ചൂണ്ടലാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തെ നമുക്ക് വെളിപ്പെടുത്തി നമ്മുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്നതായുള്ള കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനുമാണ്. വളരെയധികം അജ്ഞത നമ്മളുടെയൊക്കെ ജീവിതത്തിലുണ്ട്. ഒരിക്കലെ ഒരു സന്യാസി തൻ്റെ പരിചാരകനായിട്ട് നിർത്തിയിരുന്ന ആൾ അന്ന് വരാതിരുന്നപ്പോൾ വളരെയധികം വിഷമിച്ചു. രാവിലെ എഴുന്നേറ്റപ്പോൾ പാത്രത്തിൽ വെള്ളമൊന്നും വെച്ചിട്ടില്ല. അദ്ദേഹം തന്നെ കിണറ്റിൻ്റെ കരയിൽ പോയി വെള്ളം കോരി മുഖമൊക്കെ കഴുകി. തിരിച്ചായി വരുന്ന അവസരത്തിൽ അടുക്കളയിലേക്ക് നോക്കിയപ്പോൾ അവിടെയൊന്നും ഒരു ശബ്ദവുമില്ല, അവിടെയൊന്നും ആരുമില്ല. അദ്ദേഹം തൻ്റെ ആശ്രമത്തിൻ്റെ വരാന്തയിൽ അവിടെ ഇരുന്നു നിരാശനായിട്ട്. പലപ്പോഴും അങ്ങനെയാണ്, നമ്മളെ സഹായിക്കുന്നതായ ആളുകൾ അവിടെ ഇല്ല എങ്കിൽ പിന്നെ വി ആർ റെഡ്യൂസ്ഡ് ടു സീറോ. അച്ഛനും ഇടുന്നൊരു തലകുലുക്കുന്നുണ്ട്, എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. വേറെ ആരൊക്കെ തലകുലിക്കെന്ന് ഞാൻ നോക്കിയില്ല. എന്നാൽ നമുക്ക് സഹായം നൽകുന്നതായ ആളുകൾ ഇല്ലാതെ വരുമ്പോൾ എന്ത് നിസ്സഹായരായിട്ടാണ് നാം തീരുന്നത്. നമ്മുടെ കഴിവുകൾ പോലും ഇല്ലാതെയായി പോവുകയാണ്. ഉച്ചയായ സമയത്ത് ആ പരിചാരകൻ വന്നു. എന്നപ്പോൾ ഇവിടെ ദേഷ്യപ്പെട്ടിരിക്കുന്നതായുള്ള സന്യാസിയാണ് കണ്ടത്. ദേഷ്യപ്പെട്ട സന്യാസി പറഞ്ഞു, നീ പൊയ്ക്കോ, എനിക്കിന്നെ വേണ്ട. ഇത് കേട്ടിട്ടുണ്ടെന്നും അദ്ദേഹം ഓടിപ്പോയില്ല. അദ്ദേഹം അടുത്തന്നെ നിന്ന് വളരെയധികം വിനയത്തോടെ ആ സന്യാസിയോട് പറഞ്ഞു, എൻ്റെ മകൻ ഇന്ന് രാവിലെ മരിച്ചുപോയി, അതുകൊണ്ടാണ് എനിക്ക് വരാൻ സാധിക്കാതെ പോയത്. ഇതുപോലുള്ള എത്ര അജ്ഞതയാണ് നമ്മളുടെയൊക്കെ ജീവിതത്തിലുള്ളത്. മറ്റുള്ളവരെ അറിയാനായിട്ട് നമുക്ക് കഴിയുന്നില്ല, മനസ്സിലാക്കാനായിട്ട് കഴിയുന്നില്ല. നമ്മൾ ഓരോരുത്തർക്കും ഓരോ സ്റ്റാൻഡേർഡ് കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റാൻഡേർഡിൽ എല്ലാവരും ആയിരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇല്ല എങ്കിൽ റിജക്റ്റ്, വേണ്ട.
എന്നാൽ എത്രയോ സ്ട്രെസ്സോടുകൂടിയാണ്, എത്രയോ വികാരങ്ങളോടുകൂടിയാണ് ഓരോരുത്തരും ദേവാലയത്തിൽ വരുന്നത്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവർ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുകയും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞതായ കർത്താവിൻ്റെ വാക്കുകൾ ദേവാലയത്തിൽ കേൾക്കുന്നതിനായിട്ട് സാധിക്കുന്നു. എൻ്റെ അടുക്കൽ വരുകയും ഞാൻ നിങ്ങളുടെ പ്രയാസങ്ങളിൽ നിന്ന് കുറച്ചു തരാം, നിങ്ങളുടെ വേദനകളെ ഒന്ന് അല്പം മാറ്റിത്തരാം. സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ആർദ്രതയുടെയും മനസ്സലിവിൻ്റെയും ഒക്കെ സന്ദേശം നൽകുന്നതിനായിട്ട് ഇവിടെ ഇടയുണ്ട്. മറ്റൊരു ആശ്രമത്തിലെ കഥ ഇപ്രകാരം ഞാൻ വായിച്ചിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ആചാര്യ തൻ്റെ മുമ്പിൽ വന്നതായ ആളിനെ ഭക്ഷണവും പാനീയമൊക്കെ കൊടുത്തു. ആ ഭക്ഷണവും പാനീയമൊക്കെ കൊടുത്തതിന് ശേഷം ഈ വന്നതായ ആള് ഈ ആചാര്യോട് ചോദിച്ചു, നിങ്ങൾക്കെൻ്റെ പേരറിയാമോ? അപ്പോൾ ആചാര്യ പറഞ്ഞു, എനിക്ക് പേരറിയണ്ട, നിങ്ങൾക്ക് വിശപ്പുണ്ട് എന്നും നിങ്ങൾക്ക് ദാഹമുണ്ട് എന്നും എനിക്കറിയാവുന്നത് കൊണ്ടാണ് നിങ്ങളെ ഇവിടെ സ്വീകരിച്ചത്. നിങ്ങൾക്കിവിടെ ഭക്ഷണമുണ്ട്, നിങ്ങൾക്കിവിടെ പാനീയമുണ്ട്. ഒരു ഇടം നൽകുവാനായിട്ട് നമ്മുടെ മനസ്സിൽ ഇടമുണ്ടോ? ഒരു സ്നേഹം നൽകുവാൻ്റെ കോണം നമ്മളുടെ ജീവിതത്തിൽ സ്നേഹമുണ്ടോ? ഒരു ആർദ്രത നൽകുവാൻ്റെ കോണം ആർദ്രതയുള്ള മനസ്സിൻ്റെ ഉടമയായിട്ട് നമുക്ക് കാണപ്പെടുവാനായിട്ട് ഇടയാകുന്നുണ്ടോ? ഇവിടെ തോമസ് അപ്പോസ്തലൻ ഉഴറി നടന്നതായുള്ളൊരു മനുഷ്യനാണ്. തനിയെ കാര്യങ്ങൾ ചെയ്യുന്നതിനായിട്ട് ശ്രമിച്ചതായുള്ള ഒരാളാണ്. എന്നാൽ യേശു അവനെയും തള്ളിക്കളയുന്നില്ല. ഹി ഈസ് ഓൾസോ ബിഫ്രണ്ടിങ് ഹിം. അവനായിട്ട് പ്രത്യക്ഷനാവുകയാണ്. അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മൾ വായിക്കുമ്പോൾ തിരിച്ചറിയുന്നത്. എല്ലാവരും കൂടി ഇരുന്നപ്പോൾ യേശു പ്രത്യക്ഷനായി തോമസിൻ്റെ നേരെ തിരിഞ്ഞ് പറഞ്ഞു, നീ കൈ നീട്ടി എൻ്റെ ആണിപ്പാടുകളെ കാണുക, നിൻ്റെ കൈ നീട്ടി എൻ്റെ വിലാപ്പുറത്തിടുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. എൻ്റെ ജീവിതത്തെ ഇന്ന് നയിക്കുന്നത് എൻ്റെ ദൃശ്യഭാവങ്ങൾക്കൊക്കെ അപ്പുറമായിട്ട് ദൈവത്തിൽ അടിയുറച്ച വിശ്വാസം കൊണ്ടാണ് എന്ന് പറയാനായിട്ട് കഴിയും. I live because he lives. I trust him all the more because he is trustworthy. ഇത് ദൈവസന്നിധിയിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. എനിക്ക് ശരണമായിട്ടുള്ളത് ദൈവമാണ്. ഇന്നെല്ലാം കണക്കുകൂട്ടി കാര്യങ്ങൾ പറയുന്നതായിട്ടുള്ള സ്വഭാവമാണ് നമ്മൾ കാണപ്പെടുവാനിടയാവുന്നത്. എല്ലാം കണക്കുകൂട്ടിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് റാഷണൽ അല്ലാത്ത ഒന്നും വിശ്വാസ തലത്തിലേക്ക് നാം പ്രവേശിപ്പിക്കുകയില്ല. റാഷണലായിരിക്കണം. എനിക്ക് എൻ്റെ മനസ്സിനെ നിരക്കുന്നതായിരിക്കണം. കണ്ടിട്ടല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. അവനോടാണ് കർത്താവ് പറയുന്നത്, നീ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, എന്നാൽ കാണാതെ വിശ്വസിച്ചോ ഭാഗ്യവാന്മാർ. വിശ്വാസികളുടെ പിതാവ് എന്ന് നാം വിളിക്കുന്നതല്ല അബ്രഹാം. തനിക്ക് കാണിപ്പാനിരിക്കുന്നതല്ല ദേശത്തേക്ക് പോകണമെന്ന് ദൈവം ആവശ്യപ്പെട്ടപ്പോൾ യാത്ര പുറപ്പെടുകയാണ്. കണ്ടിട്ടില്ല. ബട്ട് ഹീ ട്രസ്റ്റഡ് ഗോഡ്. ഹീ ട്രസ്റ്റഡ് ഗോഡ്. നമ്മളൊക്കെ എത്രമാത്രം കരാറുകൾ വെച്ചാണ് ദൈവത്തെ അറിയുവാനായിട്ട് ശ്രമിക്കുന്നത്. എനിക്കിതൊക്കെ ചെയ്തു തന്നാൽ ഞാൻ നിൻ്റെ ദാസനായിരിക്കും, എനിക്കിതൊക്കെ ചെയ്തു തന്നാൽ ഞാൻ ശിഷ്യനായിരിക്കും, ശിഷ്യയായിരിക്കും, എനിക്കിതൊക്കെ ചെയ്തു തന്നാൽ ഞാൻ ഈ സഭയുടെ ഭാഗമായിരുന്നോളാം. കണ്ടീഷൻസാണ്.
But God is much beyond all these conditions. അത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് കഴിവുണ്ട്. God is much beyond all our conditions. ഒരു കണ്ടീഷൻ വെച്ച് ദൈവത്തെ അറിയുവാനായിട്ട് ശ്രമിക്കുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതായുള്ളൊരു കാര്യമാണ്, ആ ദൈവം ദൈവമല്ല. ഞാനും നിങ്ങളും പറയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്തു തരുന്നതായുള്ള ഒരു ദൈവമാണെങ്കിൽ എന്നാ ദൈവമാണ്? എന്നാൽ എന്നെയും എൻ്റെ ശത്രുക്കളെയും എൻ്റെ അപരിചിതരായ ആളുകളെയും എല്ലാവരെയും സ്നേഹിക്കുന്നതായ ദൈവമാണ് എൻ്റെ ദൈവം എന്ന് പറയുന്നതല്ലേ കൂടുതൽ അഭികാമ്യമായിട്ടുള്ളത്. പ്രപഞ്ചത്തിൻ്റെ ഉടയനായുള്ള ദൈവം, അദൃശ്യനായുള്ള ദൈവം, സകലതും സാധ്യമാകുന്നതായിട്ടുള്ള ഒരു ദൈവം. ഈ ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തുവിൽ നമുക്ക് വെളിപ്പെട്ട് ആരെയും അകറ്റാതെ ചേർത്ത് നിർത്തണമെന്ന് നമ്മെ പഠിപ്പിച്ചത്. ആരെയും അകറ്റാതെ ചേർത്ത് നിർത്തണം എന്ന് നമ്മെ പഠിപ്പിച്ചത്. പത്രോസിനെ ചേർത്ത് നിർത്തിയതായുള്ള യേശുവിനെ കുറിച്ച് നമുക്കറിയാം. തോമസിനെ ചേർത്ത് നിർത്തുന്നതായുള്ള യേശുവിനെ കുറിച്ച് നമുക്കറിയാം. നമ്മയും ചേർത്ത് നിർത്തുന്നതായുള്ള യേശു നമ്മളുടെ മെറിറ്റ് കൊണ്ടല്ല, അവൻ്റെ ആർദ്രത കൊണ്ട്, മനസ്സലി കൊണ്ട്, അവൻ്റെ കൃപ കൊണ്ട് നമ്മെ ചേർത്ത് നിർത്തുക. ഒരു ചെറുപ്പക്കാരൻ ഒരു ആശ്രമത്തിൽ അംഗമായി തീരുന്നതിനായിട്ട് ചെന്നു. അപ്പോൾ ആ ആശ്രമ അധ്യക്ഷൻ ചോദിച്ചു, നിനക്ക് എന്തറിയാം? അവൻ പറഞ്ഞു, എനിക്ക് ചെസ്സ് കളിക്കുന്നതിനായിട്ടറിയാം. ഉടനെ ആചാര്യ പറഞ്ഞു, ഒരു ചെസ് ബോർഡ് ഞാൻ ഉണ്ടെന്നേ. എന്നിട്ട് തൻ്റെ ശിഷ്യന്മാരെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ മനുഷ്യനോട് ചെസ് ഒന്ന് കളിക്കാമോ? പക്ഷെ ഒരു കാര്യം, ഈ ചെസ്സ് കളിച്ച് തോക്കുന്നവനെ ഈ ആശ്രമത്തിന് പുറത്താക്കും. എല്ലാവരും പേടിച്ചു. ആശ്രമത്തിന് പുറത്തു പോകാൻ ആർക്കും ഇഷ്ടമില്ല. എന്നാൽ ഒരാളുടെ ഡയർ ചെയ്ത് മുമ്പോട്ട് വന്നു. അവർ തമ്മിൽ ചെസ്സ് കളിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ആശ്രമ അംഗത്തിന് മനസ്സിലായി താൻ തോക്കാനായിട്ട് പോവുകയാണ്. മറ്റവന് മനസ്സിലായി ഞാൻ ജയിക്കാനായിട്ട് പോവുകയാണ്. അവർ തമ്മിലൊന്ന് നോക്കി. ആ നോട്ടത്തിൽ അവിടെ വന്നതായിട്ട് ചെറുപ്പക്കാരന് മനസ്സിലായി, ദയവേത് എന്നെ തള്ളിക്കളയരുത്. And he made some wrong moves and he enabled the member of the ashram to win. ഇത് കണ്ടുകൊണ്ട് നിന്നതായുള്ള ആശ്രമ ആചാര്യ പറഞ്ഞു, ഞാൻ നിന്നെ ആശ്രമത്തിൽ എടുക്കുകയാണ്, എനിക്ക് നിന്നെ വേണം. കാരണം നീ അതിസമർത്ഥനാണ്, നിനക്ക് നന്നായിട്ട് കളിച്ച് ജയിക്കാൻ അറിയാം എന്നത് ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ അറ്റ് ദ സെയിം ടൈം you don't want to reject the other, and that's the best quality I see in you. You don't want to reject the other. എൻ്റെ വാക്കുകളെ ചുരുക്കുന്നതിനായിട്ട് ശ്രമിക്കുകയാണ്. നമ്മളുടെ ജീവിതത്തിൽ ഭയമുണ്ടാകുമ്പോൾ, സംശയം ഉണ്ടാകുമ്പോൾ അതിനെ എൻകൗണ്ടർ ചെയ്യുന്നതിനായിട്ടുള്ള ഒരു ആത്മധൈര്യം നമ്മളുണ്ടാവേണ്ടത് ആവശ്യമാണ്. എനിക്ക് കാണണം, എനിക്ക് അറിയണം. രണ്ട്, യേശു നമുക്ക് വെളിപ്പെടുന്നത് നമ്മെ ആരെയും തള്ളിക്കളയുന്നതിനായിട്ടില്ല, നമ്മെ എല്ലാം ചേർത്ത് നിർത്തുന്നതിനായിട്ടാണ്. മൂന്നാമത്, നമ്മളുടെ പ്രാഗൽഭ്യമല്ല ആവശ്യമായിരിക്കുന്നത്, പിന്നെയോ ആർദ്രതയും മനസ്സലിവുമാണ്. മറ്റുള്ളവരെ ചേർത്ത് നിർത്തുവാൻ കൊണ്ടുള്ള ഒരു മനസ്സൊരുക്കം. കർത്താവേ, ഇപ്രകാരം എൻ്റെ ജീവിതത്തെ മെനയണമേ എന്ന ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവകരങ്ങൾ നമ്മെ തന്നെ സമർപ്പിക്കുകയും ചെയ്യാം. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ,
സംഭവബഹുലമായുള്ള ഈ ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ വളരെയധികം ഭയവും സംശയമൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ഉളവാകുന്നുണ്ട്. അവയെല്ലാം അറിയുന്നതായുള്ള കർത്താവിനോട് ഒന്നിച്ച് അതിനെ നേരിടുന്നതിനായിട്ടും അതിജീവിക്കുന്നതിനായിട്ടും ആവശ്യമായ കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഒരു നാൾ നിങ്ങളെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്നുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തത്തെ ഞങ്ങൾ ജീവിതത്തിൽ രുചിച്ചറിയുവാൻ കൊണ്ടിടയാക്കണമേ. എപ്പോഴും കൂടെ ഇരിക്കുന്നതായുള്ള ദൈവം, മകനെ മകളെ എനിക്കിതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുന്നതായുള്ള ദൈവം, ഈ ലോകത്തിൽ ഞങ്ങൾ ഓരോരുത്തരും ദൈവമക്കളായിട്ട് ജീവിക്കുമ്പോൾ ദൈവിക പരിജ്ഞാനത്തിൽ നിറഞ്ഞ് ജീവിപ്പാനായിട്ട് ഇടയാക്കുകയും ദൈവസ്നേഹത്തിൽ മറ്റുള്ളവരെ ചേർത്ത് നിർത്തുവാൻ്റെ കൊണ്ട് നിങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവികമായിട്ടുള്ള ജീവിതം നയിക്കുവാൻ, വിശ്വാസ ജീവിതം നയിക്കുവാൻ അതാകുന്ന ആവശ്യമെന്നത് തിരിച്ചറിയുവാൻ ഞങ്ങളെ ഓരോരുത്തരും ഇടയാക്കണമേ. യേശു എന്നാണ് അപേക്ഷിക്കുന്നു, ദയയോടെ കേൾക്കണമേ.